നോക്കൂ, ഇതിൻ്റെ ന്യായാന്യായങ്ങളൊക്കെ നിങ്ങൾ മാറ്റി നിർത്തൂ, അല്ലെങ്കിൽ ഇതിനെ പൊളിറ്റിക്സായി മാത്രം എടുക്കൂ. ഇത് രാഷ്ട്രീയമാണ്. സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പ്രതിരോധത്തിലാക്കുക എന്ന BJPയുടെ രാഷ്ട്രീയ തന്ത്രമാണെന്നിരിക്കട്ടെ. ഈ BJPയുടെ പൊളിറ്റിക്കൽ ബ്രില്യൻസിനെ മറികടക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ ഇവിടെ ബഹുമാനപ്പെട്ട ഡോക്ടർ മോഹൻ വർഗീസ് ഉന്നയിച്ച ചോദ്യങ്ങൾ എനിക്ക് അതിനെ കൃത്യമായി മറുപടി പറയേണ്ടത് എൻ്റെ കടമയാണ്. കാരണം അതിനാണല്ലോ ഞാൻ പാർട്ടിയുടെ വക്താവായി ഇവിടെ നിൽക്കുന്നത്. 1937 അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് രൂപീകരിച്ചപ്പോൾ 5000 ഷെയർ ഹോൾഡേഴ്സ് ആയിരുന്നു. 5 ലക്ഷം രൂപ, 100 രൂപ മുഖവിലയുള്ള, അങ്ങനെയാണ് 5000 × 100 5 ലക്ഷം. അതിന് നെഹ്റുവിനുണ്ടായിരുന്ന വെറും 3 ഷെയറാണ്. അത്രയും ജനാധിപത്യവാദിയായ നെഹ്റു അത് തന്റെ കുത്തകയാക്കുവാനോ അല്ലെ തന്റെ അനന്തരാവകാശികൾ കുത്തകയാക്കാനോ ഒന്നും അദ്ദേഹം ആഗ്രഹിച്ചില്ല. അദ്ദേഹത്തിനുണ്ടായിരുന്ന വെറും 3 ഷെയറുകളാണ്. ഈ 5000 ഷെയറിൽ വെറും 3 ഷെയർ. അതിന്റെ ഫേസ് വാല്യൂ 100 രൂപയാണ്. അന്ന് ആ കമ്പനി രൂപീകരിച്ചപ്പോഴും പറഞ്ഞത് ഇറ്റ്സ് എ നോൺ പ്രോഫിറ്റബിൾ കമ്പനി എന്നാണ്. പിന്നെ ഇത് വലിയ ക്രൈസിസിലേക്ക് വന്നു. കോൺഗ്രസ് 90 കോടി രൂപ AICC ഈ കമ്പനിക്ക് അല്ലെങ്കിൽ ഈ അസോസിയേറ്റ് ജേർണൽസ് ലിമിറ്റഡ് ഞങ്ങൾക്ക് ഇവിടെ മാറി നിൽക്കാമായിരുന്നു. കാരണം ഇത് പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ അല്ല, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയ കമ്പനി. കോൺഗ്രസിന് അതിൻ്റെ അകത്ത് മാറി നിൽക്കാമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആശയങ്ങൾ, ഐഡിയോളജി, ആ ഐഡിയോളജിക്ക് വേണ്ടി പോരാടിയ ഒരു പത്രം. കാരണം ഞങ്ങൾക്ക് അത്രയും വൈകാരികമായി, മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഒരു വൈകാരികത ഇല്ല ഇതിനോട്. ഞങ്ങൾക്ക് എന്നോട് വലിയ വൈകാരികതയുണ്ട്. ഞങ്ങൾ 90 കോടി രൂപ, 90.2 കോടി രൂപ ഞങ്ങൾ ലോണായിട്ട്, പലിശരഹിത ലോണായിട്ട് ഈ പറയുന്ന അസോസിയേറ്റ് ജേർണൽസ് ലിമിറ്റഡിന് കൊടുത്തു. ഇനിയും ഞാൻ പറയാൻ പോകുന്നത് ബഹുമാനപ്പെട്ട BJPയുടെ വക്താവ് ഉൾപ്പെടെ ശ്രദ്ധിച്ചു കേൾക്കണം. എങ്ങനെയാണ് ഇത് യങ് ഇന്ത്യയിലേക്ക് വന്നത്? ഇവര് ഈ പറയുന്ന അസോസിയേറ്റ് ജേർണൽസ് ലിമിറ്റഡ് ഭീമമായ കടത്തിലേക്ക് പോയി. അവര് 9 കോടി ഷെയറുകൾ 10 രൂപ ഫേസ് വാല്യൂ ആയിട്ട് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇത് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. ഇന്ന് വലിയ ദേശസ്നേഹം പറയുന്ന, സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തോട് വലിയ ആവേശം പറയുന്ന ആർക്ക് വേണമെങ്കിലും ഒന്നും മേടിക്കാമായിരുന്നല്ലോ. അല്ലാതെ ചുമ്മാ ഇരുട്ടിന്റെ മറവെറ്റി ഒളിച്ചും പാത്തും പോയല്ല ഈ ഷെയറുകൾ ഞങ്ങൾ മേടിച്ചത്. ഈ കമ്പനി അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി 9 കോടി ഷെയറുകൾ 10 രൂപ ഫേസ് വാല്യൂ ആയി അത് വിൽക്കുവാനായി തീരുമാനിച്ചപ്പോൾ യങ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി ഈ ഷെയറുകൾ, ഇത്രയും പറയുന്ന 9.2 കോടി ഷെയറുകൾ 10 രൂപ ഫേസ് വാല്യൂ കൊടുത്ത് ഞങ്ങൾ ഈ പറയുന്ന കമ്പനി മേടിച്ചു. ഇനി നിങ്ങൾ പറഞ്ഞ 50 ലക്ഷം രൂപയുടെ കാര്യം ഞാൻ പറയാം. എന്നിട്ട് എന്ത് ചെയ്തു? ഈ യങ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി 50 ലക്ഷം രൂപ AICC കൊടുത്തു. കാരണം AICCക്ക് ഒരു കമ്പനി ഏറ്റെടുക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയാമല്ലോ, BJPക്ക് ഏതെങ്കിലും ഒരു കമ്പനി ഏറ്റെടുക്കാൻ കഴിയില്ല. ഒരു കമ്പനിക്ക് മാത്രമേ മറ്റൊരു കമ്പനിയുടെ ഷെയറുകൾ മേടിക്കാൻ പറ്റുള്ളൂ. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മറ്റൊരു കമ്പനിയുടെ ഷെയറുകൾ മേടിക്കാനായിട്ട് കഴിയില്ല. അങ്ങനെയാണ് യങ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ഈ പറയുന്ന 9 കോടി ഷെയറുകൾ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയറുകൾ വന്ന കാര്യം ഞാൻ പറഞ്ഞു. എന്നിട്ട് കാരണം AICC കൊടുത്ത 90 കോടി കടവോട് നിൽക്കുക, അത് വീട്ടണം. അതിനുവേണ്ടി ഇത് ടോക്കൺ എമൗണ്ട് ആയി 50 ലക്ഷം രൂപ അസോസിയേറ്റഡ് ജേർണൽസ് അല്ല കൊടുത്തത്. നിങ്ങൾ ശ്രദ്ധിക്കണം. കോൺഗ്രസ് പാർട്ടിക്ക് ഈ യങ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി 50 ലക്ഷം രൂപ കൊടുത്തു. അവരത് മേടിച്ചു. എന്നിട്ട് ബാക്കി കടം, ഈ 90 കോടിയിൽ ബാക്കി കടം എന്ത് ചെയ്തു? എഴുതി തള്ളി. ഇതെല്ലാം കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റിലാണ് കാര്യം. ഈ 2 കമ്പനികളും അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ യങ് ഇന്ത്യ ലിമിറ്റഡ് ആയിക്കോട്ടെ, ഈ 2 കമ്പനിയുടെയും ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇത് അന്വേഷിച്ചു. ഞാൻ അതുകൊണ്ട് ഇവിടെ ചലഞ്ച് ചെയ്യുക. രാഹുൽ ഗാന്ധിയുടെ സോണിയാഗാന്ധിയുടെയോ അക്കൗണ്ടിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട 1 രൂപ അവർക്ക് എഴുതിയെടുക്കാൻ കഴിയില്ല. ഇതിനകത്ത് 1 രൂപ പോലും. ഇത് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്നതാണ് ഈ 2 കമ്പനികളും. ഇതാണ് അതിന്റെ യഥാർത്ഥ. അല്ലാണ്ട് 50 ലക്ഷം രൂപ കൊടുത്ത് കോൺഗ്രസ് അത് മേടിച്ചു. 50 ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തത് ഈ കമ്പനി ആർക്കാ കൊടുത്തത്? ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കാണ് യങ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി ഇത് കൊടുത്തത്. പിന്നെ ഇത് ഈ പറയുന്ന ഈ ഷെയറുകൾ വിൽക്കുവാനുള്ള തീരുമാനവും എല്ലാം എന്താണ്? ഇവരുടെ ഈ പറയുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അവരുടെ ഓഹരി ഉടമകളുടെ യോഗം 1045 ഓഹരി ഉടമകളായിരുന്നു ഈ 2010 ഉണ്ടായിരുന്നു. 5000 ഓഹരി ഉടമകളിൽ ചിലപ്പോൾ ഈ 1045 പേരിലായിരിക്കാം ഈ 5000 ഓഹരികൾ. കാരണം ഒരാൾക്ക് 4, 5, 6, നെഹ്റുവിന് 3 ഷെയർ ഉണ്ടായിരുന്നു.